സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. 5 മിനിറ്റ് മാത്രമുള്ള ഈ ചെറു സന്ദേശം എല്ലാവരും കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത തിരുവചനം സദൃശവാക്യങ്ങൾ അധ്യായം 1 33 തിരുവചനം. ദ പ്രോവേബ്സ് ചാപ്റ്റർ 1 33 വേർഡ്സ്. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ അധ്യായം 1 അതിൻ്റെ 33 തിരുവചനത്തിൽ എങ്ങനെ നമുക്ക് നിർഭയവാസം ലഭിക്കും, എങ്ങനെ ദോഷഭയം കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കാം, ഈ 2 ചോദ്യങ്ങൾക്കുള്ള അഥവാ ഇരട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വചനത്തിൽ നാം കാണുക. ചോദ്യം ആവർത്തിക്കട്ടെ: ഈ ഭൂമിയിൽ എങ്ങനെ നമുക്ക് നിർഭയവാസം ലഭിക്കും, എങ്ങനെ നമുക്ക് ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുവാനായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും? എല്ലാവരും ആഗ്രഹിക്കുന്നത് അതല്ലേ? നിർഭയവാസവും സ്വൈരജീവിതവും. ഇത് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യൻ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? ആരും ഉണ്ടാകുകയില്ല. ഒരു മനുഷ്യനും യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും രോഗവും ദുരിതവും മഹാമാരിയും ആപത്തുകളും അനർത്ഥങ്ങളും അപകടങ്ങളും ശോധനകളും പരീക്ഷകളും മരണവും, ഇങ്ങനെ ഇതെല്ലാം ചേർത്ത് അനർത്ഥങ്ങളെന്ന് പറയാം. ഒരു മനുഷ്യനും ഇപ്രകാരമുള്ള അനർത്ഥങ്ങൾ ആഗ്രഹിക്കുകയില്ല. എല്ലാവരും മേൽ പറയപ്പെട്ട അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ശാന്തിയോടെ സമാധാനത്തോടെ നിർഭയം വസിക്കാൻ, ദോഷഭയം കൂടാതെ അഥവാ മരണഭയം കൂടാതെ സ്വൈരമായിരിക്കുവാൻ, സ്വസ്ഥതയോടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം നല്ലതാണ്. എന്നാൽ അതെങ്ങനെയാണ് സാധ്യമായി തീരുക? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്: എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം, ഇത് അനുദിനം അനുനിമിഷം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ തുറന്നാൽ, നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ, നാം അല്പസമയം വേർതിരിച്ചാൽ, അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കും. എന്താണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത? ഇത് ഒറ്റ വാക്കിൽ ഉത്തരം നൽകുവാൻ കഴിയാത്ത ചോദ്യമാണ്. ദൈവവചനത്തിൻ്റെ അഥവാ ദൈവശബ്ദത്തിൻ്റെ, ദൈവത്തിൻ്റെ വാക്കുകളുടെ, വചനങ്ങളുടെ ഫലങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. അത് എണ്ണി തീർക്കുവാൻ കഴിയുന്നതല്ല. ആ ദൈവത്തിൻ്റെ വാക്കിനാലാണ്, ആ ദൈവത്തിൻ്റെ വചനങ്ങളാലാണ്, ആ ദൈവത്തിൻ്റെ ശബ്ദത്താലാണ് നാം ഇന്ന് അധിവസിക്കുന്ന ഈ ഭൂമിയിലുള്ളതൊക്കെയും കൂടാതെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുവാനിടയായത്. അഥവാ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ദൃശ്യവും അദൃശ്യവുമായ സകല ചരാചരങ്ങളെയും
വിളിച്ചു വരുത്തിയത്, സൃഷ്ടിച്ചത് ദൈവം തൻ്റെ ശബ്ദത്താലാണ്, തൻ്റെ വാക്കിനാലാണ്, തൻ്റെ വചനങ്ങളാലാണ്. ആ വചനമാണ് നാം ദൈനംദിനം കേൾക്കേണ്ടത്. ആ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. ആ വചനത്തിൽ നമുക്ക് രക്ഷയുണ്ട്. ആ വചനത്തിൽ നമുക്ക് നിത്യജീവനുണ്ട്. ആ വചനത്തിൽ നമുക്ക് ദൈവപാത കാണാം. ആ പാതയിലൂടെ സഞ്ചരിച്ചാൽ ദൈവത്തിൻ്റെ നഗരത്തിൽ അഥവാ സ്വർഗത്തിലെത്താം. ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.